ഇനി നമുക്ക് വെബ്സൈറ്റിൽ എങ്ങനെയാണ് ഒരു വീഡിയോ എംബഡ് ചെയ്യുന്നത് കാണാം. ഇപ്പൊ ഞാനിപ്പോ നമ്മളുടെ ഗ്രോത്ത് ടോക്സിന്റെ ഒരു ലൈബ്രറിയാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ ഇതുവരെ ചെയ്തത്. ഇനി ഇതിന്റെ താഴെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള വീഡിയോസിനെ എംബഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിലേക്കാണ് പോകുന്നത്. അപ്പൊ ഞാനിവിടെ മറ്റൊരു സെക്ഷൻ തൊട്ട് താഴെ ആഡ് ചെയ്യാണ്. ഇപ്പൊ പ്രീ ബിൽറ്റ് സെക്ഷൻ ഞാൻ നോക്കുകയാണ്, നമുക്ക് പറ്റിയ ഏതെങ്കിലും ഡിസൈൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇല്ലെങ്കിൽ നമ്മൾ പുതിയ ഒരെണ്ണം എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് പല രീതികളിൽ പോകാം. ഒന്നുകിൽ വീഡിയോസ് മാത്രമായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു ഇതെല്ലാം വീഡിയോ ഫോർമാറ്റ് ആണ്. ഇത് ഓരോരോ ഗ്രോത്ത് ടോക്സ് വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാം, വീഡിയോ വെച്ചിട്ട് ആഡ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഇവിടെ കളറ് ഇവിടെ 1, 2, 3, 4 വീഡിയോ എന്നുള്ള ടെംപ്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ആ 4 നമ്മളുടെ എക്സിസ്റ്റിംഗ് യൂട്യൂബ് ലിങ്ക് വെച്ചിട്ട് പോപ്പുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഓരോ ഡിവിഷനും വേറെ വേറെ തന്നെ ചെയ്യാം. ഇപ്പൊ ഞാനിവിടെ ഇതിനേക്കാളും ഞാൻ പ്രിഫർ ചെയ്യുന്നത് വേറെയാണ്. അപ്പൊ ഞാൻ പ്രീ ബിൽറ്റ് സെഷൻസിൽ പോയിട്ട് ഈ ഒരു ടൈപ്പാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ടൈപ്പ്, ഈ ഒരു പാറ്റേൺ. ഈ ഒരു പാറ്റേണിൽ ഇത് വേണ്ട, ഹെഡർ നമുക്ക് വേണ്ട. അപ്പൊ ഞാൻ ഡെലിറ്റ് ചെയ്ത് കളയാം. ഇനി ഇവിടെ ഓരോരോ ഗ്രോത്ത് ടോക്സ് ആയിട്ട് നമുക്ക് ഇവിടെ കൊടുക്കാം. സോ ഇവിടെ ഫസ്റ്റ് ഞാൻ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റി ടെക്സ്റ്റിന്റെ കളർ മാറ്റാണ്. ഇപ്പോൾ ഐക്കണിന്റെ കളർ മാറ്റി ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഗ്രോത്ത് ടോക്സിൽ പോയി കഴിഞ്ഞാൽ ഹൗ ടു ഗ്രോ എഡ്യൂക്കേഷൻ ബിസിനസ് ഗ്രോത്ത് ടോക്സ് വിത്ത് മിസ്റ്റർ ശ്രീജിത്ത് കേസി. സോ with ശ്രീജിത്ത് കേസി. ഓക്കെ, ടെക്സ്റ്റ് ഞാനിവിടെ മാറ്റുകയാണ്. കളറ് ബ്ലാക്ക്. അപ്പൊ ഈ ബട്ടന്റെ ബാക്കിൽ നമുക്ക് ലിങ്ക് കൊടുക്കണം. എന്തിന്റെ ലിങ്ക് കൊടുക്കണം? ഈ വീഡിയോന്റെ ലിങ്ക് കൊടുക്കണം. അപ്പൊ ഞാനിവിടെ വീഡിയോന്റെ ലിങ്ക് കോപ്പി ചെയ്തു. എന്നിട്ട് ആ ബട്ടന്റെ ബാക്കിൽ താഴെ വന്നിട്ട്
വെബ്സൈറ്റ് URL എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം റൈറ്റ് സൈഡിൽ. ഞാൻ അവിടെ പേസ്റ്റ് ചെയ്തു. ഇനി ഈ വീഡിയോ ഇവിടെ നമ്മൾ എംബഡ് ചെയ്യാണ്. അപ്പൊ ഇവിടെ വീഡിയോ ടൈപ്പ് എന്നുള്ളത് ഞാൻ യൂട്യൂബ് സെലക്ട് ചെയ്തു. എന്നിട്ട് വീഡിയോ URL ഇവിടെ പേസ്റ്റ് ചെയ്തു. ബിസിനസ് icon colors മാറ്റി, കളർ മാറ്റി, സേവ്. ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് നോക്കാം. കുറച്ച് ഇൻപുട്സ് കൊടുക്കാം. മിസ്റ്റേക്സ്, ഓഫ് ബിസിനസ് ഓണേഴ്സ്. How to set up systems. How to find students. Or ശരി. ഇനി നമുക്ക് ഇതിന്റെ മൊബൈൽ വേർഷൻ നോക്കാം. How to grow education business with Sri. ഇതിന്റെ മുകളിൽ പാഡിങ് കുറച്ച് കൂടുതലാണ്. അപ്പൊ ഞാനത് കുറയ്ക്കുകയാണ്. ബാക്കി കുഴപ്പമില്ല. താഴെ കുറച്ച് കൂടുതലാണ്, അത് ഞാൻ കുറയ്ക്കുകയാണ്. Done. This is enough. Save. Refresh ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം, ഫോണ്ട് നമുക്ക് മാറ്റണം. കസ്റ്റം ഫോണ്ട് ലേറ്റോ ആണ്. എല്ലാ ഫോണ്ടും നമുക്ക് കസ്റ്റം ഫോണ്ട്. ഓ സോറി, കെയറോ ആണ് നമ്മളുടെ ഫോണ്ട്. കെയറോ മാറിപ്പോയി. കെയറോ.
ഓക്കെ, ഇനി നമുക്ക് അടുത്തത് രണ്ടാമത്തെ ഗ്രോത്ത് ടോക്സ് ആഡ് ചെയ്യാം. അപ്പൊ ഞാനിവിടെ വീണ്ടും പ്രീ ബിൽറ്റ് സെക്ഷൻ എടുക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ എടുത്തത് വീഡിയോ റൈറ്റ് സൈഡിൽ വരുന്നത്. ഇനി നമുക്കിത് തിരിച്ച് റിവേഴ്സ് എടുക്കണം. ഇത് ഇപ്പുറത്തേക്ക് എടുക്കണം. അത് ഇപ്പുറത്തേക്ക് എടുക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് പറഞ്ഞാൽ നമുക്കിത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഈ ഇതിനെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിനെ ഈ ലെഫ്റ്റ് സൈഡിലുള്ളതിനൊക്കെ നമുക്ക് ഡെലിറ്റ് ചെയ്ത് കളയാം. ഇപ്പൊ നമ്മൾ ആക്ച്വലി സ്വാപ്പ് ചെയ്യുക ചെയ്യുന്നത്, ലെഫ്റ്റ് റൈറ്റ് സ്വാപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിനെ നമുക്ക് ഓരോന്ന് ആയിട്ട് നമുക്ക് ഡ്രാഗ് ചെയ്തിടാം. എന്നിട്ട് ഈ ഒരു ഡിവിഷൻ ഡെലിറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ഇപ്പൊ ഇത് റിവേഴ്സ് ആയി, കണ്ടോ? ഒന്ന് ലെഫ്റ്റും ഒന്ന് റൈറ്റും. ഇനി അടുത്ത വീഡിയോ ഏതാണ്? എന്റെ പൊന്നു വേണം. വെൽക്കം ഗ്രോത്ത് ടോക്സിന്റെ വിദേശ പഠനത്തിന് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ 2. സോ ലെറ്റ്സ് put it here. Copy the link. Video and paste ചെയ്തു. യൂട്യൂബിന്റെ വീഡിയോന്റെ ബാക്കിൽ നമ്മൾ പേസ്റ്റ് ചെയ്തു. വിത്ത് മിഥുൻ സുന്ദർ കരിയർ കൺസൾട്ടന്റ്. Mistakes of opportunities in abroad education. Process to apply. Some documents to apply. Getting a good course and job in done. അപ്പൊ ഇത് ഒന്നുകിൽ ഇങ്ങനെ ഫുൾ ബ്ലാക്ക് കൊടുത്തു പോവാം, അല്ലെങ്കിൽ നമുക്ക് കളർ സ്വാപ്പ് ചെയ്യാം. കളർ സ്വാപ്പ് ചെയ്യാൻ ബാക്ക്ഗ്രൗണ്ട് യെല്ലോയിൽ കൊടുത്തിട്ട് നമുക്ക് ടെക്സ്റ്റ്
പിന്നെ കളർ സ്വാപ്പ് ചെയ്യണമെങ്കിൽ കളർ സ്വാപ്പ് ചെയ്യണം. ഓക്കെ, മൊബൈൽ വ്യൂ കുഴപ്പമില്ല, ഡീസൻ്റ് ആണ്. ശരി. രണ്ടായി. ഇനി നമുക്ക് ഇങ്ങനെ ഓരോ ഗ്രോത്ത് ടോക്സിന്റെ വേർഷനും നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു പക്ക ഒരു ലൈബ്രറി ആയിട്ട് ഇങ്ങനെ ഫോം ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതിന്റെ ഡൊമൈൻ ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ഡൊമൈൻ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡൊമൈൻ വാങ്ങിയത് growth-talks.com എന്നുള്ളതാണ്. അപ്പൊ ഞാനിവിടെ ആദ്യം സെറ്റിങ്സിൽ പോയി, എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ ഡൊമൈൻസ് എടുത്തു. ഡൊമൈൻസിൽ ഇവിടെ ആഡ് എന്ന് കൊടുത്തിട്ട് ഗ്രോത്ത് ടോക്സ്, ഇതാണ് നമ്മളുടെ ഡൊമൈൻ. സോ ക്ലിക്ക് കണ്ടിന്യൂ. ഡൊമൈൻ ഇവിടെ നിങ്ങൾ എന്താണോ വാങ്ങിയത് അത് എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ഇതിന് മനസ്സിലായി ഇത് ഗോഡാഡിയിലാണ് കിടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഓത്തറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ലോഗിൻ ചെയ്ത് കൊടുത്തു. ഗോഡാഡിയിൽ ലോഗിൻ ചെയ്ത് കൊടുത്തപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബിസിനസ് 360 ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് തരും. ഡൊമൈൻ ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് തരും. ഇവിടെ നിന്ന് എറർ കാണിക്കുന്നുണ്ട്. നമുക്ക് കാര്യം ചെയ്യാം, മാനുവലി ചെയ്യാം. ഇത് ഓട്ടോമാറ്റിക് അല്ലാതെയും നമുക്ക് ചെയ്യാൻ പറ്റും. സോ ആഡ് റെക്കോർഡ് മാനുവലി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവർ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് ഗോഡാഡിയിൽ ആഡ് ചെയ്യാണ് വേണ്ടത്. ഇവിടെ നമുക്ക് എ റെക്കോർഡും സീനിയം റെക്കോർഡും ഈ പറയുന്നത് ആഡ് ചെയ്യണം. സോ ഞാൻ ഗോഡാഡി എടുത്തു. ഗോഡാഡിയിൽ growthtalks.com. ഇവിടെയാണ് നമുക്ക് ഈ മാറ്റങ്ങൾ വരുത്താനുള്ളത്. ഇതാണ് നമ്മൾ ഡൊമൈൻ വാങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു DNS എന്താണെന്ന്. അപ്പോൾ DNSൽ നമുക്ക് മാറ്റങ്ങൾ വരുത്തണം. അതിന് വേണ്ടിയിട്ട് ആദ്യം @ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഒരു വാല്യൂ ആണ് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാനുള്ളത്. @ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ വാല്യൂ കോപ്പി ചെയ്യണം. സോ ഇവിടെ @ എന്ന് പറയുന്ന സ്ഥലത്ത് എഡിറ്റ് ചെയ്തിട്ട് അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, സേവ് ചെയ്യുക. ഇത് ഓൾറെഡി അപ്ഡേറ്റ് ആയിട്ടുണ്ട്, പക്ഷെ അത് റീഡ് ചെയ്യാൻ എന്തോ ഒരു ചലഞ്ച് വന്നാണ്. സോ അത് അപ്ഡേറ്റ് ചെയ്തു. ഇനി അടുത്തത് നമുക്ക് ഈ www എന്നുള്ളത് കോപ്പി ചെയ്യണം. സോ സേവ്.
ഡൺ. ഇനി വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെക്ക് ചെയ്യും, ഗോഡാഡിയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തത് റെഡി ആയോ ഇല്ല എന്നുള്ളത് നോക്കും. അവിടെ ഉണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി ഇവിടെ ഡൊമൈൻ ആഡ് ചെയ്യും. ഇപ്പൊ നമുക്ക് മാനുവലിയും ചെയ്യാം, അല്ലാതെയും ചെയ്യാം. ഇതിപ്പോ നമ്മൾ മാനുവലി ആണ് ചെയ്യുന്നത്. ഗ്രോത്ത് ടോക്സ് ഇവിടെ വന്നിട്ടുണ്ട്, കണ്ടോ? ഗ്രോത്ത് ടോക്സ് ഇവിടെ ആഡ് ആയി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഗ്രോത്ത് ടോക്സിൽ ഡൊമൈൻ കണക്ട് ചെയ്യണം. ഡൊമൈൻ കണക്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ടത്, www.growthtalks എന്ന് പറഞ്ഞ ആരെങ്കിലും ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഗ്രോത്ത് ടോക്സിലേക്ക് ഒന്ന് റീഡയറക്ട് ചെയ്യണം. ഇത് റീഡയറക്ട് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വെബ്സൈറ്റ് നമ്മൾ ഒരെണ്ണത്തിലാണ് എപ്പോഴും കണക്ട് ചെയ്യുക, growthtalks.com. പക്ഷെ ചില ആൾക്കാർ www. എന്ന് പറഞ്ഞിട്ട് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യും, ചില ആൾക്കാർ ഡയറക്റ്റ് ഇത് ഓപ്പൺ ചെയ്യും. രണ്ട് ഓപ്പൺ ചെയ്താലും ഒരെണ്ണം ഓപ്പൺ ആവണം. അപ്പൊ നമ്മൾ ഇതിനകത്തേക്ക് മാപ്പ് ചെയ്ത് കൊടുക്കും. മാപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സൈറ്റ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ URL റീഡയറക്റ്റ് കാണും. URL റീഡയറക്റ്റിൽ ന്യൂ റീഡയറക്റ്റ് ആഡ് ചെയ്യുക. എന്നിട്ട് ഇപ്പൊ ഇവിടെ റീഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ www.growthtalks എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് growthtalks.com റീഡയറക്റ്റ് ആവും. ഓക്കെ, ഇനി ചെയ്യേണ്ടത് നമ്മളുടെ ഇതാണ് ഗ്രോത്ത് ടോക്സിന്റെ വെബ്സൈറ്റ്. അതിന്റെ സെറ്റിംഗ്സിൽ പോയിട്ട് ഇവിടെ ഡൊമൈൻ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. growthtalks.com എന്ന് പറയുന്ന വെബ്സൈറ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ growthtalks.com നമ്മൾ കണക്ട് ചെയ്തു. ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. growthtalks.com. കണ്ടോ, ഇപ്പോൾ growthtalks.com എന്ന് ആരെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റ് ഇവിടെ ലൈവ് ആയിട്ട് വരും. ഇനി നമുക്ക് അടുത്ത ഇത് ആഡ് ചെയ്യാം. അപ്പൊ ഞാൻ ഇനി ഇവിടെ ചെയ്യുന്നത് ജസ്റ്റ് ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു, എന്നിട്ട് അതിനെ താഴേക്ക് മൂവ് ചെയ്യുന്നു, പിന്നെ ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു, അതിനെ താഴേക്ക് മൂവ് ചെയ്യുന്നു. ഇപ്പൊ നോക്കിയേ, 4 എണ്ണമായി. 1 2 3 4. പിന്നെ നമുക്ക് 3 അപ്ഡേറ്റ് ചെയ്യാം. 3 അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൂന്നാമത്തെ ഗ്രോത്ത് ടോക്സ് എടുത്തു. ഇതിന്റെ ലിങ്ക് കോപ്പി ചെയ്തു.
പേസ്റ്റ് ചെയ്തു. ബട്ടന്റെ ബാക്കിലുള്ള ലിങ്ക് മാറ്റി. ബിഗ് ഡോക്ടർ companies. Financial aids available for us. How to do proper financial ഇതൊക്കെയാണ് ഈ ഇതിനകത്ത് വരുന്ന ടോപ്പിക്. ക്ലിക്ക് സേവ്. നിങ്ങൾ ഒരിക്കൽ ഡൊമൈൻ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് സേവ് ചെയ്താൽ പോരാ, സേവ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്യണം. ഓക്കെ, എന്നാലാണ് ചേഞ്ച് വരത്തുള്ളൂ. ഇനി നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ ഇത് യെല്ലോ ബാക്ക്ഗ്രൗണ്ട് അല്ലേ, ഇത് ഒരു പ്ലെയിൻ യെല്ലോ ബാക്ക്ഗ്രൗണ്ട് ആണ്. ഇതിന് നിങ്ങൾക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുക്കണമെങ്കിൽ ഇമേജ് കൊടുക്കാം. അതിന് ആദ്യം ആ സെക്ഷൻ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ BG മീഡിയ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും റൈറ്റ് സൈഡിൽ. അവിടെ ഒരു ഇമേജ്, ഇപ്പൊ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്ന ഇമേജ് കൊടുക്കാം. ഈ ഇമേജ് തന്നെ കൊടുക്കാം. കണ്ടോ, അപ്പൊ അതൊരു യൂണീക്ക് ഫീല് കൊണ്ടുവരും. ഒരു ലൈറ്റ് ഫേഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു ഫീല് കിട്ടും. അത് ഇതിനും കൊടുക്കാം. ഒരു പ്ലെയിൻ ഇതെന്നുള്ളത് മാറിയിട്ട് നമുക്ക് ഇങ്ങനെ കുറച്ചും കൂടെ എഫക്റ്റീവ് ആക്കി എടുക്കാം. ഓക്കെ, ഇനി ഇതിന്റെ ഹെഡിങ് മാറ്റിയില്ല അല്ലെ. ഹെഡിങ് ഹൗ ടു do financial planning in a business. ഇനി നമുക്ക് നാലാമത്തെ ഗ്രോത്ത് ടോക്സ് ഏതാ നോക്കാം. നാലാമത്തെ ഒരു സംരംഭകന്റെ അതിജീവനത്തിന്റെ കഥ. കോപ്പി ദാറ്റ്, കം ഹിയർ, ചേഞ്ച് ഇറ്റ്, ബട്ടൺ മാറ്റാം, ബട്ടന്റെ ടെക്സ്റ്റ് മാറ്റാം. വിത്ത് മുഹമ്മദ് അനിൽ. ബിസിനസ് ഇപ്പൊ ഈ വാച്ചിങ് യൂട്യൂബ് എന്ന് പറഞ്ഞ ബട്ടണിൽ വേണമെങ്കിൽ നമുക്കൊരു യൂട്യൂബിന്റെ ഐക്കൺ കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ ഭംഗി വരും.
ഓക്കെ, ഇനി അടുത്തത് നമുക്ക് അതിജീവനത്തിന്റെ കഥ കഴിഞ്ഞാൽ പിന്നെ എന്തായിരുന്നു? മനസ്സിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാം, ഡോക്ടർ ലിസി. കോപ്പി. ഡോക്ടർ ലിസി ഷാജഹാൻ ഘോഷ്. വീഡിയോന്റെ ലിങ്ക് ഇവിടെ മാറ്റാം. അത് കഴിഞ്ഞാൽ പിന്നെ മടിയന്മാർക്കായി ഒരു സ്കൂൾ. ജോഫർ. വീഡിയോന്റെ ലിങ്ക് മാറ്റാം. സേവ്. സ്റ്റാർട്ടപ്പിന് എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് നേടാം? അടുത്തത് വീണ്ടും ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ടേക്ക് ഇറ്റ് ഡൗൺ. വിത്ത് മനു ഫ്രാൻസിസ്. കമ്പനി സെപ്പറേറ്റ്. With Manu Francis. സേവ്. നമുക്ക് ലാസ്റ്റ് ഒരെണ്ണം കൂടെ ഉണ്ട്. ഇ-കൊമേഴ്സ് ബിസിനസ്സിന് എങ്ങനെ സിറ്റി രാജൻ ബ്രാൻഡിംഗ് കൺസൾട്ടന്റ്. സിജു രാജൻ ബ്രാൻഡിംഗ് കൺസൾട്ടന്റ്. യൂട്യൂബ് വീഡിയോ മാറ്റാം.
സേവ്. അപ്പൊ നമ്മൾക്ക് അത്യാവശ്യം നമ്മൾ ചെയ്ത വീഡിയോസ് ഒക്കെ അതിന് ടൈറ്റിലൊക്കെ മാറ്റാനുണ്ട്. ടൈറ്റിലൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പിന്നെ മാറ്റാം. ഇനി ഞാൻ ഒരു കാര്യം കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാണ്. ഞാനത് ഫൂട്ടറും കൂടെ ആഡ് ചെയ്യണം. ഫൂട്ടർ യൂഷ്വലി ഒരു വെബ്സൈറ്റിന്റെ താഴെ നമ്മൾ വെക്കുന്ന ഒരു സാധനമാണ് ഫൂട്ടർ. അപ്പൊ ഞാൻ അധികം കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇതാണ് വെക്കുന്നത്. Copyright 2024. Terms and conditions. Font color white ആക്കി. സേവ്. നമുക്ക് മൊബൈൽ വേർഷൻ നോക്കാം. ഡോട്ട് ടോക്സ് 4, 5, 8. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തൊരു ചേഞ്ച് വരുത്താനുള്ളത്, ഇത് എല്ലാത്തിൻ്റെയും ഒരു ഫോർമാറ്റ്. ഇപ്പൊ ഈ ഒരു ഫോർമാറ്റ് ഓക്കെയാണ്. വീഡിയോ, ടൈറ്റില്, കണ്ടന്റ്, ബട്ടൺ, ഇത് ഓക്കെയാണ്. പക്ഷെ ഇത് ഓക്കെ അല്ല. നമുക്ക് ഇതിനെ മുകളിലേക്ക് കൊണ്ടുവരണം. ഈ സാധനത്തിന് മുകളിലേക്ക് എന്നാലേ അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ ഓരോന്നോരോന്നായിട്ട് ആ ഒരു എഡിറ്റ് കൊണ്ടുവരാണ്. ഇപ്പൊ ഈ ഒരു സെക്ഷൻ ഞാൻ എടുത്തു കഴിഞ്ഞിട്ട് ഇതിൽ എനിക്കൊരു മാറ്റം വരുത്തണം. അപ്പൊ ഈ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ സാധനം എനിക്ക് മൊബൈലിൽ വേറെ വേണം, പക്ഷെ ഡെസ്ക്ടോപ്പിൽ ഇത് തന്നെ മതി. ഡെസ്ക്ടോപ്പിൽ സെയിം മതി. അപ്പൊ ഞാൻ ഇതിന്റെ വിസിബിലിറ്റി മാറ്റുകയാണ്. അപ്പൊ ഇത് സെലക്ട് ചെയ്തു. എന്നിട്ട് അഡ്വാൻസിൽ പോയിട്ട് ഞാൻ വിസിബിലിറ്റി മൊബൈൽ ഓഫ് ചെയ്തു. മൊബൈൽ ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരെണ്ണം മൊബൈലിൽ കാണാണ്ടായി. പക്ഷെ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഇവിടെ വന്നു. ഇത് എനിക്ക് ഡെസ്ക്ടോപ്പിൽ കാണണ്ട. അപ്പൊ ഞാൻ അത് ഡെസ്ക്ടോപ്പിൽ നിന്ന് എടുത്ത് മാറ്റി. എന്നിട്ട് ഞാൻ ഈ ഒരു സംഭവത്തിന് മുകളിലേക്ക് മാറ്റി. അപ്പോൾ ഇത് മുകളിൽ വന്നു, ഇത് താഴെ വന്നു. ഇത് ഓക്കെയാണ്. ഇത് ഓൾറെഡി ഓക്കെയാണ്. ഇനി ഇതിലെനിക്ക് മാറ്റണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇതിനെ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. ആദ്യം സെക്ഷന് മൊത്തം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. എന്നിട്ട് അതിന്റെ വിസിബിലിറ്റി മൊബൈൽ കട്ട് ചെയ്തു. അപ്പൊ ഈ ഒരെണ്ണം ഇവിടെ വന്നു. ഇതിന്റെ വിസിബിലിറ്റി എനിക്ക് ഡെസ്ക്ടോപ്പിൽ വേണ്ട. എന്നിട്ട് ഈ ഒരു ഇതിനെ ഞാൻ മുകളിലേക്ക് മാറ്റി. അപ്പൊ ഇത് ഓക്കെ ആയി. ഇത് ഓൾറെഡി ഓക്കെ ആണ്. ഇതിനകത്ത് മാറ്റം വേണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. ഒരെണ്ണം മൊബൈൽ കട്ട് ചെയ്തു വിസിബിലിറ്റി, ഒരെണ്ണം ഡെസ്ക്ടോപ്പ് വിസിബിലിറ്റി കട്ട് ചെയ്തു. എന്നിട്ട് ഇതിന്റെ ഈ ഒരു മുകളിലേക്ക് മാറ്റി. ഓക്കെ, ഇത് ഓക്കെയാണ്. ഇനി ഇതിനകത്ത് ഈ മാറ്റം വേണം. അപ്പോൾ ഇതിനെ ഞാൻ ആദ്യം ഗ്രീൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. അഡ്വാൻസിൽ പോയിട്ട് മൊബൈൽ വിസിബിലിറ്റി കട്ട് ചെയ്തു. അപ്പൊ എനിക്കിവിടെ വീണ്ടും ഇത് വന്നു. ഇപ്പൊ ഇതിന്റെ ഒരെണ്ണത്തിന് ഡെസ്ക്ടോപ്പ് വിസിബിലിറ്റി കട്ട് ചെയ്തു. എന്നിട്ട് ഇതിനെ ഞാൻ മുകളിലേക്ക് മാറ്റി. ഇത് ഓക്കെയാണ്. പെർഫെക്റ്റ്. സേവ്. പബ്ലിഷ്. ഫൈൻ. മൊബൈൽ വേർഷനും ഓക്കെയാണ്. ഇത് ഓക്കെയാണ്. ഇനി മൊബൈൽ വേർഷനിൽ മറ്റൊരു ചേഞ്ച് നമുക്ക് വരുത്താം. ഇതിപ്പോ നമ്മൾ ഇങ്ങനെ കൊടുത്തിരിക്കും. ഇത് പൊതുവെ ഒരു മെനു ആയിട്ട് വരുന്നതാണ് നമുക്ക് നല്ലത്, നല്ല വൃത്തി ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഈ ഒരു എൻറ്റയർ സ്റ്റഫ് ചൂസ് ചെയ്തു. ഈ ഒരു എൻറ്റയർ ബ്ലൂ ഇതെനിക്ക് സെലക്ട് ചെയ്യണം. അപ്പൊ ഞാനിവിടെ എനിക്ക് ഈ ഒരു ഡിവിഷൻ മൊത്തം സെലക്ട് ചെയ്യണം. എന്നിട്ട് ഞാനിവിടെ പേജ് ഫസ്റ്റ് സെക്ഷൻ 2:row. ഇതാണ് 2:row. ഈ 2:row ഇൻസേർട്ട് ചെയ്തിട്ടാണ് ഇതെല്ലാം ഇൻസേർട്ട് ചെയ്തത്. അപ്പൊ അതിന്റെ ഞാൻ മൊബൈൽ വിസിബിലിറ്റി കട്ട് ചെയ്തു. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ മൊബൈലിലേക്ക് പോയപ്പോൾ അത് അവിടെ കാണാനില്ല. കണ്ടോ? മുകളിലുള്ള സാധനം പോയി. ഇനി ഇവിടെ എനിക്ക് വേറെ രീതിയിൽ മെനു ഇൻസേർട്ട് ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? അവിടെ ആഡ് എലമെന്റ്സിൽ പോയിട്ട് സെക്ഷൻ എലമെന്റിനകത്ത്
നേവിഗേഷൻ മെനു ഇടണം. നേവിഗേഷൻ മെനു എടുത്ത് ഞാൻ ഇൻസേർട്ട് ചെയ്തു. അതിന് മുമ്പ് ഞാൻ ആദ്യം വേറെ തന്നെ ഒരു സെക്ഷൻ ആഡ് ചെയ്യണം. ഫുൾ സൈസ് സെക്ഷൻ കൂടി ഇട്ടു. അതിന്റെ വിസിബിലിറ്റി ഡെസ്ക്ടോപ്പ് വേണ്ട, മൊബൈൽ മാത്രം. അതിൻ്റെ ഉള്ളിൽ ഒരു സിംഗിൾ കോളൻ ഇട്ടു. സിംഗിൾ കോളനിൽ ഞാനൊരു നേവിഗേഷൻ മെനു ഇട്ടു. എന്നിട്ട് അതിൻ്റെ പാഡിങ് എല്ലാം ഞാനൊന്ന് 0 ആക്കി. ബാക്ക്ഗ്രൗണ്ട് കളറ് ഞാൻ ഇമേജ് സെലക്ട് ചെയ്തു. സെയിം എങ്ങനെയാണോ അത് തന്നെ. എന്നിട്ട് ഈ ടെക്സ്റ്റ് ഞാൻ എടുത്ത് കളഞ്ഞു. ഹെഡ്ലൈൻ എടുത്ത് കളഞ്ഞു. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ട്രാൻസ്പെറൻ്റ് ആക്കി. ബാക്ക്ഗ്രൗണ്ട് കളർ ട്രാൻസ്പെറൻ്റ് ആക്കി. ഇപ്പോൾ ഞാൻ മെനു ഉണ്ട്, ഇമേജ് ഉണ്ട്. ഇമേജിൽ ഞാൻ ഇമേജ് സെലക്ട് ചെയ്യാം. ഇമേജ് ഞാൻ ലോഗോ സെലക്ട് ചെയ്യാണ്. ലോഗോ കൊടുത്തു. ഇനി മെനുവിൽ എനിക്കിവിടെ ഇത് മാറ്റണം, കണ്ടന്റ് മാറ്റണം. അപ്പോൾ മെനു ക്ലിക്ക് ചെയ്യുമ്പോൾ മെനുവിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ യെല്ലോ ആക്കി. ടെക്സ്റ്റ് സൈസ് 18 ആക്കി. 18 അല്ല 22 ആക്കി. എന്നിട്ട് ഇവിടെ ഞാൻ ഇൻസ്റ്റാഗ്രാം എന്ന് കൊടുത്തു. ഇൻസ്റ്റാഗ്രാം .talks കോപ്പി ചെയ്തു. എന്നിട്ട് ആ ലിങ്ക് ഇവിടെ കൊടുത്തു. സബ്മിറ്റ്. അടുത്തത് എബൌട്ട് എന്നുള്ളത് മാറ്റിയിട്ട് ഞാൻ യൂട്യൂബിന് കൊടുത്തു. യൂട്യൂബിന് കൊടുത്തിട്ട് കോപ്പി ലിങ്ക് അഡ്രസ്. ലിങ്ക് കോപ്പി ചെയ്തിട്ട് ഞാൻ ആ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്തു. സബ്മിറ്റ്. ഇതെനിക്ക് വേണ്ട, ഡിലീറ്റ്. മൂന്നാമത്തേത് സ്പോട്ടിഫൈ എന്ന് കൊടുത്തു. എന്നിട്ട് സ്പോട്ടിഫൈയുടെ ലിങ്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്തു, പേസ്റ്റ് ചെയ്തു, സബ്മിറ്റ്. ഓക്കെ. ഇൻസ്റ്റാഗ്രാം ടെക്സ്റ്റ് അലൈൻ 22 സൈസ് ഓക്കെ ആണ്. വെർട്ടിക്കൽ സ്പേസിങ് ഞാൻ കുറച്ച് കൂട്ടി കൊടുക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു കളറ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, സേവ്. പബ്ലിഷ്. സേവ് ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിഷ് ചെയ്യണം, എന്നാലേ ലൈവിലാ ചേഞ്ച് വരുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മളുടെ ഗ്രോത്ത് ടോക്സ് വെബ്സൈറ്റ് ഓൾമോസ്റ്റ് ലൈവായി. ഡെസ്ക്ടോപ്പ് ഇങ്ങനെയാണ് വരുന്നത്. കുറച്ച് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ്, കണ്ടന്റ് മാറ്റാനുണ്ട്, പക്ഷെ ഓൾമോസ്റ്റ് നമ്മുടെ വെബ്സൈറ്റ് ലൈവായി. ഇനി നമുക്ക് ഇവിടെ ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം, എല്ലാം ഓക്കെ ആണോ അല്ലേ നോക്കാം. എല്ലാം ഓക്കെ ആണ്. ഇനി ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അതിൻ്റെ മൊബൈൽ വേർഷൻ കാണാം. മൊബൈൽ വേർഷനും കുഴപ്പമില്ല, ഓക്കെ ആണ്.
ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, സ്പോട്ടിഫൈ. ഡൺ. ഇനി നമുക്കൊരു കാര്യം കൂടി ഇതിനകത്ത് ചെയ്യാനുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു എല്ലാത്തിലും നിങ്ങൾ നോക്കി ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു ഐക്കൺ കാണാം, ഗോഡാഡിയുടെ ഐക്കൺ കാണാം, സ്പോട്ടിഫൈയുടെ കാണാം. പക്ഷെ ഗ്രോത്ത് ടോക്സിന് മാത്രം ഇവിടെ ഐക്കൺ ഒന്നുമില്ല. അപ്പൊ നമുക്ക് അവിടെ ഒരു ഐക്കൺ പ്ലേസ് ചെയ്യണം. ഐക്കൺ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഫേവ് ഐക്കൺ എന്നാണ് പറയുക. ഫേവ് ഐക്കൺ. അപ്പൊ ഫേവ് ഐക്കൺ നമുക്ക് ആഡ് ചെയ്യണം. ഫേവ് ഐക്കൺ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ആദ്യം നമ്മൾ ക്യാൻവ എടുക്കുക. ക്യാൻവ എടുത്തിട്ട് ഒരു ഗ്രോത്ത് ടോക്സ് നമ്മൾ റീസെന്റ് എഡിറ്റ് ചെയ്ത് ഇതാണ്, ഈ ഫയലാണ്. ഗ്രോത്ത് ടോക്സിന്റെ ഫയൽ എടുത്തു. ഇതിനകത്ത് നമ്മുടെ ലോഗോ വന്നിട്ട് ഇതായിരുന്നു നമ്മുടെ ലോഗോ. ഇത് ഞാനൊന്ന് കോപ്പി ചെയ്തു. എന്നിട്ട് ഈ ടെക്സ്റ്റ് എടുത്തു കളഞ്ഞു. ഇത് മാത്രം ഞാനൊന്ന് വലുതാക്കി. വലുതാക്കിയിട്ട് ആ ഇമേജിനെ ഞാനൊന്ന് ഡൗൺലോഡ് ചെയ്യാണ്. ഡൗൺലോഡ്. സേവ് ഐക്കൺ. സേവ് ഐക്കൺ സേവ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനെ മീഡിയ ഫോൾഡറിൽ അപ്ലോഡ് ചെയ്യണം. നമുക്കിവിടെ മീഡിയ മീഡിയ ഫോൾഡർ ലെഫ്റ്റ് സൈഡിൽ അവൈലബിൾ ആണ്. മീഡിയ സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ലെഫ്റ്റ് സൈഡിലുണ്ട്. അതിനകത്തേക്ക് ഈ ഫയൽ അപ്ലോഡ് ചെയ്യുക. ഗ്രോത്ത് ടോക്സ് ഫേവ് ഐക്കൺ എന്ന് പറയുന്ന അപ്പൊ ഈ ഫേവ് ഐക്കൺ ഉണ്ടെങ്കിലാണ് ഒരു ബ്രൗസറിൽ നമ്മളുടെ ടാബ് ഏതാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കുറെ ടാബ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറിയാൻ പറ്റില്ല ഏതാണ് നമ്മളുടെ വെബ്സൈറ്റ് എന്നുള്ളത്. അപ്പൊ നമ്മൾ എപ്പോഴും ഫേവ് ഐക്കൺ ആഡ് ചെയ്ത് കൊടുക്കണം. ഫേവ് ഐക്കൺ പ്രിഫറബിളി PNG ഫയലാണ്. വേറൊരു ഐഡിയ ഉണ്ട്. എന്തോ ഒരു ടെക്നിക്കൽ എറർ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ലോഡ് ആവാത്തത്. ഓക്കെ, ഇനി നമുക്ക് ഈ എല്ലാത്തിൻ്റെ ടെക്സ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യണം. ഈ നമ്മൾ ഏതൊക്കെ എന്തോ ഒരു ടെക്നിക്കൽ എറർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് റീഫ്രഷ് ചെയ്തിട്ട് ലോഡ് ചെയ്യട്ടെ. അല്ലെങ്കിൽ ബാക്കി ഫേവ് ഐക്കൺ ആഡ് ചെയ്യുന്നതും ഫൈനൽ ടച്ചും നമുക്ക് നാളെ ചെയ്യാം. ഓക്കെ.